എന്നെ സംബന്ധിച്ച് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എങ്കിലും ഏറ്റവും ഫേവറേറ്റുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ കൂട്ടത്തിലുള്ളത്. ഇന്നത്തെ ഈ വർഷത്തെ ഇഫ്താർ അതിമനോഹരം ഇവിടെ നമ്മുടെ കൂരിയാട് ജംസിൽ അല്ലേ, ജംസിലാണുള്ളത്. അപ്പോൾ സന്തോഷം, ഒരുപാട് പ്രിയപ്പെട്ടവരാണ് കൂടെ ഉള്ളത്. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മുടെ ചെയർമാൻ ആദ്യം എന്തൊക്കെയുണ്ട് സമീർ ഭായ്? പറഞ്ഞോളൂ. നമ്മുടെ TFE കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഇന്ന് നമ്മുടെ TFEയുടെ ഇഫ്താർ മീറ്റാണ്. ഏകദേശം 100 ആളുകളോളം പങ്കെടുത്തു. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. പല ആളുകളും പല മേഖലകളിൽ നിന്നും പല ദൂര സ്ഥലത്തു നിന്നും വരുന്ന ആളുകളുണ്ട്, എറണാകുളത്ത് നിന്ന് വരെ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. പറഞ്ഞോളേ, നമ്മുടെ ഗ്രൂപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞു കൊടുക്കാറ്? പ്രേക്ഷകർ അറിയാം, എന്റെ പ്രേക്ഷകർക്ക് അത് അറിയണം. അതെ, TFE എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി എന്നാണ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറിയാണ് ടൂർ ഫോർ എവർ. സത്യം, അതായത് നിങ്ങളോട് പറയാം, നമ്മളിങ്ങനെ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ എത്ര സ്വത്തുണ്ടായിട്ടും കാര്യമില്ല മോനെ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും പൈസയായി, ലാൻഡായി, സൗകര്യമായി. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ബിൽഡ് ചെയ്യണമെങ്കിൽ അത് TFE പോലത്തെ ബിസിനസ് ക്ലബ് പോലത്തെ പല ക്ലബ്ബുകൾ, പല സംഘടനകൾ അതിൽ അംഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ശരിക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ TFEയുടെ പിന്നെ ഒരു ഇഫ്താർ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് മേക്കിൻ്റെ ഫുഡ്, പിന്നെ ജെംസിന്റെ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് അതൊരു 5 സ്റ്റാർ 7 സ്റ്റാർ. ഹാജിയലിന്റെ ഡെസേർട്ട് എന്ന് പറഞ്ഞത് ഒരു സംഗതി, ഞാന് ഷാജിയാലി ഡെസേർട്ട് സത്യത്തില് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം അതിന് മുന്നേ തന്നെ ടേസ്റ്റ് കൊണ്ട് തീർന്നു. അടിപൊളി അടിപൊളി. നാസർബായി കൊടുത്തു കിട്ടി. എക്സ്ക്യൂസ് മീ, ഇന്നത്തെ ഒരു ബർത്ത്ഡേയും കൂടി ഉണ്ട് ഞങ്ങള്. എവിടെ ചേട്ടു? ബാലാജി പ്ലീസ്. അല്ല, ബാലാജിന്റെ മോളുടെ TFEക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ആ ഒരു മോൾ എവിടെയാണ് പഠിക്കുന്നത്? ഇപ്പോ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. പൈസ അത് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ ചെയർമാൻ ഉണ്ടല്ലോ, സമീറും ഒക്കെ പാടെ കൂടിയിട്ട് വട്ടം കൂട്ടിയിട്ട് ഈ കേക്ക് മുറിക്കാണ്. വ്യത്യസ്ത മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന, അതായത് വിവിധ സംരംഭകർ കേരളത്തിലും GCCയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ കേട്ടോ. എല്ലാവരും പിന്നെ വളരെ ഒത്തൊരുമിച്ചുള്ള വ്യത്യസ്ത യാത്രകൾ നടത്തുന്ന ഒരു കൂട്ടായ്മ. ടൂർ ഫോർ എവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്ത പ്രോഗ്രാമുണ്ട്. എന്നെ ആകർഷിക്കുന്നത് ഇതിനൊക്കെ ഇടയിലും പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഈ ഒരു കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീടുകൾ ഇതിനകം നിർമ്മിച്ച് നൽകി. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിലുപരി ഇവരുടെ ഈ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു എനർജി നൽകുന്നത് എപ്പോഴും ഏത് രീതിയിലുള്ള സുഹൃത്തുക്കളാണെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ യാത്രക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല ചാലകശക്തിയാണ്. അത്തരത്തിലുള്ള ഒരു മനോഹര കൂട്ടായ്മ ഇഫ്താറിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി കൂരിയാട് ജംസിൽ വെച്ചാണ് ഈ വർഷത്തെ TFEയുടെ ഇഫ്താർ സംഘടിപ്പിച്ചത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിന്നെ ഓരോരുത്തരും അവരുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കാണാനും വേണ്ടിയിട്ട് ഇഫ്താറിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിമനോഹരമായിരുന്നു. എല്ലാവരും പിന്നെ അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. യാത്രയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒഴിവു സമയത്തൊക്കെ യാത്ര നമുക്കൊക്കെ യാത്രകൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ഊർജം നമുക്ക് ലഭിക്കും. അത് ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും വേണം എന്നില്ല. ചെറിയ യാത്രകളും വലിയ മനോഹരമായിരിക്കും. അടിപൊളിയല്ലേ? അടിപൊളി ഒരു സൂപ്പർ ഇവന്റ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും മനോഹരമായ പാചകം, നല്ല ഫുഡായിരുന്നു. പിന്നെ ഈ ഒരു TFEയുടെ ഒരു ഒത്തൊരുമ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വ്ളോഗ് ചെയ്യുന്ന നമ്മളെ മാഷ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നല്ല ഭക്ഷണം. സന്തോഷമല്ലേ? എന്താ നിങ്ങള് ചൊറുക്കിന്റെ രഹസ്യം എന്താ? ഉഷാറായിട്ടാ. താങ്ക് യു. വളരെ സന്തോഷം. ഇഫ്താർ ഉഷാറായില്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ വന്നില്ല, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം.